കുറേ ദിവസമായിട്ട് പിന്നെ പെരുന്നാളൊക്കെ വന്നിട്ട് പിന്നെ എപ്പോഴും ബിരിയാണി അല്ല കേട്ടോ. ആദ്യത്തെ ഒരു ദിവസം പെരുന്നാളിൻ്റെ അന്ന് മാത്രം ബിരിയാണി വെച്ച്, പിന്നെ ബീഫൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ബീഫ് വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് നമ്മൾ അതിൻ്റെ ടേസ്റ്റൊക്കെ കളയണ എന്തിനാ, പിന്നെ കൊള്ളൂല കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കഴിക്കാൻ. അപ്പോൾ അതെനിക്ക് ഞാൻ വെറുതെ പൊരിച്ച് ഇതൊക്കെ അത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ കറിയാക്കൽ പിന്നെ കുറവാണ്. പിന്നെ ഫ്രൈ ചെയ്യുകയും റോസ്റ്റ് ചെയ്യുകയും ഇതൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ കട്ട്ലൈറ്റ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ അമ്മുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് അമ്മുവിനിപ്പോൾ ബർത്ത്ഡേയുടെ ഡ്രസ്സാണ് ഇട്ടിട്ടേണേ. അപ്പം അമ്മ പറഞ്ഞു അമ്മുവിനിപ്പോൾ ബീഫ് ബിരിയാണി വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ ബീഫ് വേണ്ട, അപ്പോൾ ചിക്കൻ വെക്കാന്ന് പറഞ്ഞ് അമ്മുവിന് അതൊന്നും വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ അമ്മ പറഞ്ഞു ഫിഷ് വാങ്ങിക്കണമെന്ന്. അപ്പം ഞാൻ കരുതി അന്ന് ആ ഫിഷ് ചെമ്മീൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാനിന്ന് ഉണ്ണീനെ സ്കൂൾ വിട്ട് പോന്നപ്പോഴായിട്ട് നല്ല വലിയ ചെമ്മീൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചെമ്മീൻ വാങ്ങിച്ചു. അപ്പം നമുക്കിന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണം. പിന്നെ ഞാൻ കുറച്ച് ബീഫ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് ഫ്രൈ ഉണ്ടാക്കാം, റോസ്റ്റ് അല്ല ഫ്രൈ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ അതേ എല്ലാ തയ്യാറെടുപ്പും നടക്കുന്നുണ്ട്. ഉണ്ണി കളിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യം. അല്ല, പെരുന്നാളിന് എടുത്ത ഡ്രസ്സാണ്. അപ്പൊ അന്ന് ശരിക്കും വിട്ടില്ല, അന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടുള്ളൂ. അവ പിന്നെ 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഇന്നും ഇടാന്ന് കരുതി. അപ്പൊ അതിന്റെ വെള്ള ഷോളൊക്കെ വാങ്ങിച്ചു. എന്റെ പെരുന്നാളിന്റെ ടോപ്പാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്നാ കുക്കിംഗ് ചെയ്താലോ. അമ്മു ഇപ്പൊ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അമ്മു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മു റിസൾട്ട് അറിയാൻ വേണ്ടി അമ്മു കാത്തിരിക്കുകയാണ്. അമ്മു കീമിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അമ്മുവിന് പിന്നെ നീറ്റിനോടൊന്നും അമ്മുവിന് അത്ര അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല, നീറ്റ് എഴുതാനൊന്നും. അമ്മു അതിനു വേണ്ടി ബയോമാക്സ് എടുത്തത്, പക്ഷെ അമ്മുവിന് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം അമ്മുവിന് പിന്നെ എഞ്ചിനീയറിംഗ് തന്നെ നോക്കാമെന്ന് കരുതി. അപ്പൊ ബിടെക്കില് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാന്ന് കരുതിയാണ് ഇരിക്കണത്. അമ്മു അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇനി 1 മാസത്തേക്ക് അമ്മുവിനെ വീട്ടിലെ ജോലിയൊക്കെ പഠിപ്പിക്കാന്ന്. പഠിക്കാനൊന്നുമില്ല, ചെയ്യാനില്ല, മടിയാണ്. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞൊക്കെ തരും കേട്ടോ. അതൊക്കെ ഉണ്ടാക്കാനൊക്കെ മടിയാണ്. പിന്നെ പെരയൊക്കെ വീടൊക്കെ തുടച്ച് തരും, പിന്നെ പാത്രമൊക്കെ കഴുകി തരും. പിന്നെ മെയിൻ ആയിട്ട് അമ്മുവിന്റെ സവാള അരിയില് തേങ്ങ ചിരട്ടല്, സവാള അരിയിലും തേങ്ങ ചിരട്ടലൊക്കെ അമ്മൂടത്തേക്കാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ എളുപ്പമുണ്ട്. ഇനി അമ്മ കൂടി കോളേജിൽ പോയി കഴിയുമ്പോ പിന്നെ എനിക്ക് എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ സവാള അരിഞ്ഞിട്ടില്ല. അപ്പൊ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ട് നമുക്ക് ആ വീട്ടിലേക്ക് സവാളയൊക്കെ വാങ്ങി പെട്ടെന്ന് റെഡിയാക്കാം. അപ്പൊ അമ്മ ഒരു കാര്യം അരി എടുത്തു. അരി എടുത്ത് ഏതരിയാണ് എനിക്ക് ഇഷ്ടം? എനിക്ക് കുഞ്ഞരി. അത് ചെറുതെടുക്കണം. നമ്മളെ പെരുന്നാളിന് മറ്റേ നീളമുള്ള അരിയല്ലേ വെച്ചത്, ബസ്മതി റൈസല്ലേ വെച്ചത്. അപ്പൊ അത് തന്നെ നമുക്കിപ്പോ റോസ് കൈമ. പക്ഷെ ശരിക്കും ഫിഷ് ബിരിയാണിക്ക് നമ്മൾ ലോങ് റൈസ് ആണ് നല്ലത്. ലോങ് റൈസാണ് നല്ലത്. അപ്പൊ ഞാൻ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ പെരുന്നാളിന് ലോങ് റൈസ് വെച്ചാണ് ബിരിയാണി ഉണ്ടാക്കിയത്. രാത്രിയായിരുന്നു നമുക്ക് കുറച്ച് മതിയല്ലോ. ഇതിന്റെ പകുതി മതി, പകുതി ആക്കണം. ഇത് നീ ഒന്ന് വെള്ളത്തിൽ അധികം ഇടണ്ട, എന്നാലും ഒന്ന് ഒപ്പിച്ചിട്ടൊന്ന് വെള്ളത്തിലിടാം. ഓക്കെ. ചെമ്മീനിപ്പോ നല്ല കൂപ്പുള്ള ചെമ്മീനാണ് കേട്ടോ. ഇപ്പൊ ശരിക്കും മീനിനെ എന്തിനൊരു 300 രൂപയായിരുന്നു ചാള. ഇല്ല, ഇത് നല്ല ചെമ്മീനാ. ഇപ്പൊ ചെമ്മീൻ മാത്രമേ ശരിക്കും വിലക്കുറവുള്ളൂ. ചാളക്ക് 300 രൂപ വില വരുന്നു. പക്ഷെ പേപ്പറിലൊക്കെ 400 രൂപ കേട്ടാലും അതൊന്നും 400 രൂപ ഒന്നുമില്ല. ചാള ഇഷ്ടം പോലെ മുട്ടയുണ്ടായിരുന്നു. അത് നോക്കിയോട്ടെ. ഞാൻ ഈ അരിയൊന്ന്
ശരി. സവാള വാട്ടിയിട്ടില്ല. അപ്പം ഞാനത്തേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി ഇടണം കേട്ടോ. കുരുമുളക് പൊടി, പച്ചമുളകും. ഇനിയിപ്പോൾ ഇതിൽ ഒന്ന് ഉരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കി പണികൾ മസാല നല്ല പകുതി ഇവിടെ ഇരുന്ന് ഈ ചെമ്മീനും ഇതൊക്കെ ഇരുന്നൊന്നും അപ്പോൾ ഞാൻ ഈ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് കുരുമുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ, കുരുമുളക് പൊടി, മസാലപ്പൊടിയും പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഇട്ടത്. അപ്പോൾ അതിട്ട് ഇങ്ങനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വെള്ളം വറ്റുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉള്ള അതിൽ സ്റ്റോക്കും കൂടിയും ബാക്കിയുള്ളതും കൂടി അതിലേക്ക് ഒഴിച്ചു. അങ്ങനെ ഈ ബീഫ് ഇളക്കി ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആകുന്നവരെ ഇളക്കി ഇങ്ങനെ വിട്ട് കിടക്കണം, ഫ്രൈ ആക്കി എടുക്കൂട്ടോ നന്നായിട്ട്. അപ്പോൾ അതിങ്ങനെ ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കൂട്ടോ. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞൊക്കെ പാകമായിട്ട് വരും. അങ്ങനെ നമ്മൾ ഒരു കണക്കിന് അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞല്ലേ. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ബിരിയാണി അവിടെ റെഡി ആക്കിയിട്ടുണ്ട്, ബീഫ് ഫ്രൈ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അവിടെ ഒരാൾ കിടന്ന് TV കാണുന്നുണ്ട്. ധൃതി പിടിക്കണ്ട് ബിരിയാണി കഴിക്കാൻ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി കുറേ ദിവസം ഇനി അമ്മു എൻ്റെ കൂടെ ഉണ്ടാകും. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കറികളും ഇതൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇങ്ങനെ മുന്നേറാം. കാരണം ഇപ്പോഴാണ് ഇനി അമ്മുവിനെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. ക്ലാസ് തുടങ്ങണ ഇനി ഓഗസ്റ്റ് ഒക്കെ ആകുമല്ലേ ശരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മൂന് പിന്നെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അമ്മൂൻ്റെ ഫ്രണ്ട്സൊക്കെ വിദേശത്ത് പോയി കുറേ പേര്, പിന്നെ കുറേ പേരൊക്കെ എൻട്രൻസ് എക്സാമിലൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ ഇതൊക്കെ പോയി ചേർന്നേക്കാണ്. അപ്പം അങ്ങനെയൊക്കെ അമ്മൂന് ടെൻഷൻ ഉണ്ട്. അപ്പം എന്തായാലും അമ്മുവിനോട് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ മെഡിക്കൽ ഫീൽഡ് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ബയോമാക്സ് എടുക്കാൻ പറഞ്ഞ് അന്ന് എടുത്തത്. അപ്പോൾ അവൾക്ക് അത് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുകയും അവരെ കാര്യങ്ങളൊക്കെ അതിന്റെ നമ്മൾ എന്ത് കാര്യത്തിന് നല്ല വശവും ചീത്ത വശവും ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ ഇത് നമ്മൾക്ക് അമ്മൂനൊക്കെ അത് പറ്റില്ല എന്നാ പറയണ, മെഡിക്കൽ ഫീൽഡ് അമ്മൂനെ കഴിയില്ല എന്നാവും. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഒരു പൊങ്ങച്ചതിന് വേണ്ടി ഇപ്പോൾ എൻ്റെ മോള് ഡോക്ടർ ആക്കണം എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടി അമ്മൂനെ കൊണ്ടുപോയി ഇനിയിപ്പോൾ എവിടെയെങ്കിലും ചേർത്ത് അങ്ങനെയൊക്കെ. പക്ഷെ അതെന്തായാലും ശരിയല്ല. കാരണം പിള്ളേർക്ക് അവരുടേതായ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ എന്തായാലും അമ്മു ഇനി അപ്പോൾ കമ്പ്യൂട്ടർ അമ്മൂന് ആ ഒരു ഇത് അമ്മൂൻ്റെ ചോയ്സ് അതാണെന്ന് തോന്നുന്നു, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള ഇത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ പിന്നെ വേറെ അയൽവക്കത്തോ അല്ലെങ്കിൽ വേറെ നമ്മുടെ നാട്ടിലോ ബന്ധത്തിൽ പെട്ടത് അവരൊക്കെ ഇപ്പോൾ നീറ്റ് എടുക്കണത്, അവരിപ്പോൾ ഡോക്ടറായി വരും എന്നൊക്കെ കരുതി നമ്മളിപ്പോൾ ഒരു ആവേശത്തിന് എടുത്ത് ചാടി നമ്മളിപ്പോൾ പോയതുകൊണ്ട് കാര്യമില്ല. കാരണം ഒരുപാട് അതിൻ്റെ പിന്നിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം പിന്നെ പൈസ നമ്മൾ ഒരുപാട് പഠിച്ചിപ്പോൾ ഹൈ സ്കോർ കിട്ടിയാൽ തന്നെ ഇപ്പോൾ എത്രയോ കള്ളത്തരങ്ങളൊക്കെ ഈ നീറ്റ് ഇതിൽ ഒക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച പിള്ളേർക്ക് തന്നെ ഇപ്പോൾ ഒന്നും കിട്ടാത്ത സ്ഥിതിയായി. അവർക്ക് സീറ്റിന് വേണ്ടി ഇപ്പോൾ ഒരുപാട് കാശൊക്കെ ചെലവാക്കണം ഇതൊക്കെ. അപ്പൊ അങ്ങനെയാ, കാശ് ഒരുപാട് ചെലവാക്കണമെങ്കിൽ പിന്നെ നേരിട്ട് പോയി ദേശത്ത് എവിടെയെങ്കിലും പോയി പഠിച്ചാൽ പോലെ. പിന്നെ ഈ നീറ്റ് എഴുതി എത്ര വർഷങ്ങളാണ് പിള്ളേരുടെ പോണത്. അപ്പൊ ആ വർഷം കൊണ്ട് പിള്ളേരുടെ ഇഷ്ടത്തിനുള്ള, അപ്പൊ നമ്മുടെ പാരൻസിന്റെ ഇഷ്ടത്തിന് അടിച്ചേൽപ്പിക്കാതെ പിള്ളേർക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനുള്ളത് പഠിപ്പിക്കുക. പക്ഷെ ഏത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നല്ല നിലയിൽ എത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നേറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കുറച്ച് പൈസ നമുക്ക്
നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് തോന്നും ആ കൊള്ളാലോ, അടിച്ച് പൊളിക്കാലോ, പൈസ ഉണ്ട്. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ പഠിത്തം നിർത്താതെ തന്നെ നമ്മൾ മുന്നേറണം. അപ്പം നമ്മൾ എത്ര നല്ല രീതിയിൽ പഠിക്കുന്നത് അത്രയും നല്ല നമുക്ക് ജോലി കിട്ടുകയാണ്. പിന്നെ നമ്മൾ ഏത് കോഴ്സിന് നമ്മൾ ചേരുമ്പോഴും അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നോക്കുക. ഇപ്പോൾ പല കോളേജിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കോഴ്സാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും എത്രയോ പേരവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ കോഴ്സ് ഉണ്ട്, പിന്നെ അമ്മൂന് പിന്നെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. പക്ഷെ അതിലൊന്നും നമ്മളെ വീഴാതെ നമ്മളെ ശരിക്കും നോക്കണം, ആ കോളേജിന് പ്ലേസ്മെന്റ് ഉള്ളതാണോ എന്നൊക്കെ നോക്കി ശ്രദ്ധിച്ച് വേണം നമ്മളിപ്പോൾ കൊണ്ടുപോയി ചേർക്കാനും ഇതൊക്കെ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ നമുക്ക് ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കാം. എന്തായാലും മഗ്‌രിബ് കഴിഞ്ഞപ്പോഴാണ് എന്തായാലും നിസ്കാരമൊക്കെ കഴിയട്ടെ. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈമും അതിൽ തന്നെയല്ല, നമ്മളിപ്പോൾ ഒരു സൈഡായിട്ട് അവിടെ കിടക്കട്ടെ, നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോം അവിടെ കിടക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ അതിൽ തന്നെ തോന്നി ഞാൻ ഇപ്പം എല്ലാവരോടും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനൊന്നും അറിയില്ല എനിക്ക് ഇങ്ങനെ ഒരു ചാനലും ഉള്ളത് തന്നെ. അങ്ങനെ എല്ലാവരുടെ അടുത്ത് പറയുകയും ഇതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് വരും. പക്ഷെ എന്നാലും കിട്ടുന്നത് കിട്ടട്ടെ. ഓരോ ദിവസം ചെല്ലുന്നവരെ ഇങ്ങനെ സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടി കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ അറിയാം, എൻ്റെ അടുത്തവർക്കൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഞാൻ ആരുടെ അടുത്തും അങ്ങനെ പറയാറില്ല. കാണുന്നവർക്ക് അടുത്ത് ഞാൻ പറയാം. അപ്പൊ എൻ്റെ വീഡിയോ ഞാനിപ്പോൾ subscribe, like, share. താങ്ക് യു.